അങ്ങനെ 4-1-5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി. ഫലപ്രഖ്യാപനം കഴിഞ്ഞു. മുഖ്യമന്ത്രിമാരെയും കണ്ടെത്തി. സർക്കാരുകൾ ഭരണം തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് മാർച്ച് 10-ാം തീയതിയോട് അടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിൻ്റെ തീയതികൾ തീരുമാനിക്കും. പിന്നെ 6 ഘട്ടമായിട്ട് അല്ലെങ്കിൽ 7 ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടക്കും. മെയ് 15-ാം തീയതിയോട് അടുപ്പിച്ച് വോട്ടെണ്ണൽ നടക്കും. ആര് ജയിക്കും, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗധേയം അടുത്ത 5 കൊല്ലം ആരായിരിക്കും കൈയാളുക എന്ന വലിയ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അതിൽ നിന്ന് ഉളവാകും. BJPക്കാർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യ മുന്നണി ഒട്ടും മോശമല്ല. മറ്റ് ചെറു കക്ഷികളുമൊക്കെ പ്രാദേശിക കക്ഷികളുമൊക്കെ ഉത്സാഹത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ പരിഗണിക്കുന്ന കേരളത്തിലെ കാര്യമാണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. തെക്കേറ്റത്ത് തിരുവനന്തപുരം, വടക്കേറ്റത്ത് കാസർഗോഡ്. ഈ 20 മണ്ഡലങ്ങളിൽ ആർക്കാണ് ജയാപജയ സാധ്യതകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ സുപ്രഭാതം എന്നറിയപ്പെടുന്ന മലയാള മനോരമ പത്രം ഒരു അഭിപ്രായ സർവേ നടത്തി. മനോരമ പത്രമല്ല അഭിപ്രായ സർവേ നടത്തിയത്, വോട്ടേഴ്സ് മൂഡ് റിസർച്ച് ഏജൻസി എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്ന ഒരു സംഘടനയാണ് നടത്തിയത്. അവർ എത്രയോ ആളുകളെ നേരിൽ കണ്ട് ഓരോ മണ്ഡലത്തിലും ആർക്കാണ് ജയാപജയ സാധ്യതകളെന്ന് കണ്ടെത്തുക മാത്രമല്ല, അത് മനോരമ TV-യിൽ കൂടിയും തുടർന്ന് മനോരമ പത്രത്തിൽ കൂടിയും നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സർവേ നടത്തിയത് മനോരമയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആര് ജയിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. മനോരമയുടെ സർവേ പ്രകാരം UDF-ന് വലിയ മേൽക്കൈയുണ്ട്. 20 സീറ്റിലും UDF ജയിക്കും എന്ന് പറയാനുള്ള ഒരു ഔദ്ധത്യം മനോരമ കാണിച്ചിട്ടില്ല. അത് തന്നെ വലിയൊരു ഔദാര്യമാണ്. 17 സീറ്റ് വരെ UDF-ന് സുഖമായിട്ട് ജയിക്കാം എന്നുള്ളതാണ് മനോരമയുടെ കണ്ടെത്തൽ. ഒരു സീറ്റിൽ മാത്രമാണ് UDF വളരെ പിന്നിൽ നിൽക്കുന്നത്. അത് മാവേലിക്കര സീറ്റാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം കുറച്ച് അങ്കലാപ്പിലാണ് എന്ന് മനോരമ പറയുന്നു. അതുപോലെ തന്നെ വടകരയിൽ പാലക്കാട്ടും LDF-നാണ് ചെറിയൊരു എഡ്ജുള്ളത് എന്ന് മനോരമ പറയും. ബാക്കി 17 സ്ഥലത്തും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കും. അതിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നുണ്ട്, വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനോരമ പറഞ്ഞതിൽ എന്തെങ്കിലും കഥയുണ്ടോ എന്നാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഏറ്റവും ഉറച്ച മണ്ഡലം വടകരയാണ്. ഏറ്റവും അധികം CPM-കാരുള്ള, ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള, ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം വോട്ട് സമാഹരിക്കാൻ പറ്റിയ മണ്ഡലം വടകരയാണ്. വടകര കഴിഞ്ഞാൽ കോഴിക്കോട്, കോഴിക്കോട് കഴിഞ്ഞാൽ കാസർഗോഡാണ്, കാസർഗോഡ് കഴിഞ്ഞാൽ പാലക്കാടും ആലത്തൂരുമാണ്. ഈ 5 മണ്ഡലങ്ങളാണ് വടക്കൻ കേരളത്തിൽ LDF-ന് മേൽക്കോയ്മയുള്ളതായിട്ട് ഉള്ളത്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ LDF-ൻ്റെ സ്ഥിതി അത്രയും ശക്തമല്ല. മനോരമ പറയുന്ന പോലെയല്ല. തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തിയുള്ള മണ്ഡലം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞാൽ കൊല്ലമാണ്. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എടുത്തു പറയാവുന്നൊരു മണ്ഡലമില്ല. ആലപ്പുഴ വേണമെങ്കിൽ, ആലപ്പുഴയൊന്നും അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാവുന്ന സീറ്റല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഗുണകരമാവുമെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ആലപ്പുഴ UDF-നൊപ്പമാണ് നിൽക്കാറുള്ളത്. മധ്യ കേരളത്തിലേക്ക് നോക്കിയാൽ ഉറച്ച സീറ്റ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെയില്ല. LDF-ന് ജയിക്കാവുന്ന ഒരു സീറ്റ് അല്ലെങ്കിൽ LDF-ന് ഒരല്പം മേൽക്കൈ ഉള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അതും അത്ര ഉറച്ച സീറ്റൊന്നുമല്ല. UDF-നെ അപേക്ഷിച്ച് അല്പം ഭേദം LDF-ആണ് എന്ന് മാത്രം. അപ്പോൾ ഇത്ര സീറ്റുകളാണ് LDF-ന് ഉറപ്പുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. വടകര, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ, ആറ്റിങ്ങൽ, കൊല്ലം, ഒരു ചെറിയ അളവ് വരെ തൃശ്ശൂർ. മാർജിനലായിട്ടുള്ള സീറ്റാണ്. ഇത്ര സീറ്റുകളിലാണ് LDF-ന് മേൽക്കൈയുള്ളത്. UDF-ൻ്റെ സ്ഥിതി നോക്കുക. വടക്കൻ കേരളത്തിൽ UDF-ൻ്റെ ഏറ്റവും ഉറച്ച സീറ്റ് എന്ന് പറയുന്നത് മലപ്പുറമാണ്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുമ്പ് വയനാടുണ്ട്. അപ്പോൾ വയനാട്, മലപ്പുറം. അത് കഴിഞ്ഞാൽ പൊന്നാനി സീറ്റുണ്ട്. നമ്മുടെ ET മുഹമ്മദ് ബഷീർ പ്രതികരിക്കുന്നത്. പൊന്നാനി അതിശക്തമായൊരു മത്സരം നടത്തിയാൽ LDF-ന് വേണമെങ്കിൽ പിടിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിനാണ്, UDF-നാണ് മേൽക്കോയ്മയുള്ളത്. അപ്പോൾ ഈ 3 സീറ്റുകളും UDF-ന് മുൻകൈയുള്ള സീറ്റുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫൈറ്റ് ചെയ്ത് ജയിക്കാവുന്ന സീറ്റ് അല്ലെങ്കിൽ ചെറിയ ഒരു മേൽക്കൈ അവകാശപ്പെടാവുന്ന സീറ്റ് കണ്ണൂരാണ്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന ചുവന്ന് തുടുത്ത ഒരു മണ്ഡലമാണെങ്കിലും ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ വലിയ തോതിൽ ക്രിസ്ത്യൻ കുടിയേറ്റക്കാർക്ക് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളുണ്ട്. അവരേറെക്കുറെ എല്ലാവരും തന്നെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്നവരുമാണ്. മുസ്ലിം വോട്ടും ധാരാളമായിട്ടുണ്ട്.
അതുകൊണ്ടാണ് കണ്ണൂർ സീറ്റിൽ പലപ്പോഴും UDF സ്ഥാനാർത്ഥികൾ ജയിക്കാറുള്ളത്. അവിടെ അങ്ങനെ എളുപ്പത്തിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലമല്ല. അപ്പോൾ വടക്കൻ കേരളത്തിൽ ഈ പറഞ്ഞ സീറ്റുകളാണ് പ്രധാനമായിട്ട് മലപ്പുറം, വയനാട്, പിന്നെ പൊന്നാനി. അത് കഴിഞ്ഞാൽ ഒരു ചെറിയ അളവ് വരെ കണ്ണൂർ. തെക്കൻ കേരളത്തിലേക്ക് വന്ന UDFൻ്റെ സ്ഥിതി കുറച്ചുകൂടി ഭേദമാണ്. തിരുവനന്തപുരം അവർക്ക് മേൽക്കൈ ഉള്ളൊരു സീറ്റാണ്. വളരെ ഉറച്ച സീറ്റെന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും LDFനെ അപേക്ഷിച്ച് UDFന് മേൽക്കോയ്മയുള്ള ഒരു സീറ്റാണ്. അവിടെ BJPയും കുറച്ച് പ്രസക്തമാണ്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. എന്നാൽ UDFനാണ് മേൽക്കൈ. അത് കഴിഞ്ഞാൽ മറ്റൊരു സീറ്റ് മാവേലിക്കരയാണ്. മാവേലിക്കരയും മാർജിനലായിട്ടുള്ള സീറ്റാണ്. UDFന് ഉറപ്പൊന്നുമില്ല. LDFും ജയിക്കാൻ പാടില്ലാത്ത സീറ്റല്ല. രണ്ടുപേർക്ക് ഏറെക്കുറെ സമാസമം എന്ന് പറയാം. കോട്ടയം തീർച്ചയായിട്ടും UDFന് മേൽക്കോയ്മയുള്ള സീറ്റാണ്. ഇടുക്കിയും അതുപോലെ തന്നെയാണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, അത് മൂന്നും ഈ മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞ പ്രദേശം, അത് മൂന്നും UDFാണ്. പിന്നെ എറണാകുളം, അത് പറയാനില്ല, അത് കോൺഗ്രസ് കോട്ടയാണ്. UDF പോലുമല്ല, കോൺഗ്രസ്സാണ്. അതുപോലെ തന്നെ ചാലക്കുടി, അതിനേക്കാൾ കൂടുതൽ ചാലക്കുടി എന്ന് പറയാം. ചാലക്കുടിയിലേക്ക് കുന്നത്തുനാട് മണ്ഡലം വരികയും പഴയ മൂന്നപുരമാണ്, പനമ്പള്ളി ഗോവിന്ദമേനോൻ ജയിച്ച മൂന്നപുരമാണ്. ആ മൂന്നപുരത്തിൽ നിന്ന് ഇരിങ്ങാലക്കുട തൃശ്ശൂർക്ക് പോവുകയും കുന്നത്തുനാട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൻ്റെ കോൺഗ്രസ് സ്വഭാവം വർദ്ധിച്ചു. കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാവുന്ന സീറ്റാണ്. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ജയിക്കാവുന്ന സീറ്റാണ്. അപ്പോൾ ചാലക്കുടി ഒരു ഉറച്ച കോൺഗ്രസ് സീറ്റാണ്, UDF സീറ്റാണ്. അപ്പോൾ ചാലക്കുടിയായി, എറണാകുളമായി, ഇടുക്കിയായി, പത്തനംതിട്ടയായി, കോട്ടയമായി, പിന്നെ തിരുവനന്തപുരമായി. ഇത്ര സീറ്റുകൾ UDFനാണ് മേൽക്കോയ്മ. BJPയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ BJPക്ക് ജയിക്കാവുന്ന സീറ്റുകൾ കേരളത്തിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. BJP രണ്ടാം സ്ഥാനത്ത് വരാവുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ BJPക്ക് രണ്ടാം സ്ഥാനത്ത് വരാൻ പറ്റും. ജയിക്കാനുള്ള സാധ്യത കുറവാണ്. തൃശ്ശൂരാണ് മറ്റൊരു മണ്ഡലം. തൃശ്ശൂർ സുരേഷ് ഗോപി ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. സുരേഷ് ഗോപി വലിയ തോതിൽ ഒരു ഓളം തൃശ്ശൂർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. അവിടെ സ്ഥാനാർത്ഥി, എതിർ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ജയാപജയ സാധ്യതകൾ ഉള്ളത്. BJPക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന മറ്റൊരു മണ്ഡലം, സ്ഥാനാർത്ഥി നല്ലതാണെങ്കിൽ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നന്നായിട്ട് വോട്ട് പിടിച്ചാണ്. മറ്റൊരു മണ്ഡലം പത്തനംതിട്ടയാണ്. പിന്നെ ഒരു മണ്ഡലം കാസർഗോഡാണ്. കാസർഗോഡ് പ്രത്യേകിച്ച് അത്യുത്തര കേരളം എന്ന് പറയുന്ന മഞ്ചേശ്വരം, അതുപോലെ കാസർഗോഡ് ഭാഗത്ത് ഈ കന്നഡയും തുളുവും സംസാരിക്കുന്ന പണ്ട് കാലത്ത് കോൺഗ്രസ് ആയിരുന്ന ആളുകളുടെ പിൻതലമുറക്കാരെല്ലാവരും BJPക്കാരാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഇവർക്ക് ഏതാണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. പക്ഷേ അതിനപ്പുറത്ത് വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ പറ്റുകയില്ല. കോഴിക്കോട്, പാലക്കാട് മുതലായ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് കുറേ വോട്ട് സമാഹരിക്കാൻ പറ്റും. അതിലപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങൾക്കും ഒന്നും സാധ്യതയില്ല. BJPക്ക് എന്തെങ്കിലും സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളും, ഒന്ന് തൃശ്ശൂരും മറ്റേ തിരുവനന്തപുരവുമാണ്. അത് തന്നെ ഉറച്ച സീറ്റുകളൊന്നുമല്ല. അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത, BJP പിടിക്കുന്ന വോട്ടുകൾ, BJP സ്ഥാനാർത്ഥികൾ സമാഹരിക്കുന്ന വോട്ടുകൾ ആയിരിക്കും മിക്കവാറും മണ്ഡലങ്ങളിലും ഈ ജയാപജയ സാധ്യതകൾ തീരുമാനിക്കാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ ഒരു ഉറച്ച ഇടതുപക്ഷ മണ്ഡലമാണ്, അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ വളരെയധികം വോട്ടുകൾ പിടിച്ചു. അതുകൊണ്ടാണ് അടൂർ പ്രകാശ് ജയിച്ചത്, സമ്പത്ത് തോറ്റത്. ഇതുപോലെ മറ്റ് പല മണ്ഡലങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും BJP പ്രവർത്തിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ ഒരു നിൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഈ CPMന് ഏറ്റവും ഉറച്ച വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയും CPM തോക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്തല്ലോ. അത് ശരിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ TP ഫാക്ടറുണ്ട്. സാക്ഷാൽ മാർക്സിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, ശരിക്കുള്ള ഇടതുപക്ഷക്കാർ, അവർ മുല്ലപ്പള്ളി രാമചന്ദ്രനോ അതല്ലെങ്കിൽ നമ്മുടെ K മുരളീധരനോ വോട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ CPMകാരുടെ ക്രോസ് വോട്ടിംഗ് കൊണ്ടാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത്. കോഴിക്കോട്ട് സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. അവിടെ MK രാഘവൻ വളരെ ജനകീയനാണ്. ആദ്യത്തെ തവണ അദ്ദേഹം ജയിച്ചത് എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസ് ആയതുകൊണ്ടാണ്. റിയാസിനെ SFIക്കാരും DYFIക്കാരും തന്നെ കാലുവരി. അതുകൊണ്ട് ആദ്യം രാഘവൻ ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പോഴത്തേക്കും രാഘവൻ അവിടെ കൺസോൾഡേറ്റ് ചെയ്തു. കോഴിക്കോടിൻ്റെ ഹൃദയ തുടിപ്പായിട്ട് രാഘവൻ മാറി. നമ്മുടെ രാഘവേട്ടൻ എന്ന ആൾക്കാർ പറയാൻ തുടങ്ങി. അങ്ങനെ രാഘവൻ വീണ്ടും ജയിച്ചു. കഴിഞ്ഞ തവണ CPMകാർ ഒരുപാട് അപവാദമൊക്കെ പ്രചരിപ്പിച്ചു, എന്നിട്ട് പുള്ളി ജയിച്ചു. അങ്ങനെയാണ് കോഴിക്കോട് പോയത്. കാസർഗോഡ് ഇതുപോലെ ആടി നിന്ന ഒരു സീറ്റാണ്. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെന്ന്
പ്രവർത്തിക്കുക. പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിൻ്റെ ഒരു തരംഗമുണ്ടായി. പിന്നെ ഹിന്ദു വോട്ടുകൾ വ്യാപകമായിട്ട് LDFിൽ നിന്ന് അകന്നു. ഇങ്ങനെ പല ഘടകങ്ങളുണ്ടായി. അങ്ങനെയാണ് ഉണ്ണിത്താൻ ജയിച്ചത്. അത് തന്നെയാണ് പാലക്കാട്ടും വേറൊരു രീതിയിൽ സംഭവിച്ചത്. ആലത്തൂരും ഏറെക്കുറെ ഇത് തന്നെ സംഭവിച്ചു. പക്ഷേ രമ്യ ഹരിദാസിന് വലിയ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് LDFിൽ നിന്ന് ഈ സീറ്റുകളൊക്കെ UDF പിടിച്ചെടുത്തത്. ആറ്റിങ്ങലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ശോഭ സുരേന്ദ്രൻ കണ്ടമാനം വോട്ട് പിടിച്ചുകൊണ്ട് അവിടെ സമ്പത്ത് തോൽക്കുകയും അടൂർ പ്രകാശ് ജയിച്ചു. ഇനി ഒരു സീറ്റ് കൊല്ലമാണ്. കൊല്ലം വലിയൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. കൊല്ലം പുനർവിഭജനത്തിന് തന്നെ മുമ്പ് തന്നെ ഇടതുപക്ഷ മണ്ഡലമാണ്. പുനർവിഭജനം കഴിഞ്ഞപ്പോൾ LDF മാത്രമുള്ള പ്രദേശമായി കൊല്ലം. ഇരവിപുരം, ചവറ, കുണ്ടറ, അതുകൂടാതെ ചടയമംഗലം, ചാത്തന്നൂർ, പുനലൂർ, ഇങ്ങനെ CPMകാരും CPIക്കാരും മാത്രമുള്ളൊരു സ്ഥലമായിട്ട് മാറി. പക്ഷേ അവിടെ സഖാവ് പ്രേമേന്ദ്രനാണ് വീണ്ടും ജയിക്കുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ പ്രേമേന്ദ്രൻ കൊല്ലത്ത് വലിയ സ്വീകാര്യതയുള്ളൊരു നേതാവാണ്. നമ്മൾ കോഴിക്കോട്ട് MK രാഘവൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കൊല്ലത്തുകാർക്ക് വലിയ സ്നേഹവും മതിപ്പുമുള്ള ആളാണ് പ്രേമേന്ദ്രൻ. പ്രേമേന്ദ്രനെതിരെ ആര് മത്സരിച്ചാലും ജയിക്കുകയില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഈ മണ്ഡലങ്ങളിൽ പലയിടത്തും സംഭവിക്കുന്നത്. ഒന്നുകിൽ UDF സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ LDFിനകത്തുള്ള തൊഴുതി കുത്തുകൊണ്ടോ വേലവെപ്പ് കൊണ്ടോ കാലുവാരൽ കൊണ്ടോ, അല്ലെങ്കിൽ വിപരീത തരംഗം കൊണ്ടോ ആയിരിക്കാം. ഇതിൻ്റെ അർത്ഥം ഏതാണ്ട് മനോരമ പറഞ്ഞത് പൂർണ്ണമായും തെറ്റല്ല എന്നാണ്. പൊതുവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു താല്പര്യമുണ്ടോ? കാരണം ഈ CPMകാർ ജയിച്ച് പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന പല ആളുകളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി വന്നാൽ സ്വാഭാവികമായിട്ടും അത് UDFിന് ഗുണകരമാകും. പക്ഷേ ചിലപ്പോൾ ഇനി കോൺഗ്രസ് ഒരിക്കലും കേന്ദ്രത്തിൽ ജയിക്കുകയില്ല എന്നൊരു തോന്നലുണ്ടായാൽ 2004 സംഭവിച്ചത് അങ്ങനെയാണ്. ജനങ്ങൾ കോൺഗ്രസിനെതിരായിട്ട് വോട്ട് ചെയ്ത് കളയും. കാരണം കോൺഗ്രസ് ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മനോരമയുടെ സർവേ പൂർണ്ണമായും തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് സത്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഈ സർവേയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഇവിടെ സംഭവിക്കും എന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.